ഖബറിൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഇറങ്ങി വരുന്ന മലക്കിനെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമല്ലോ. ആ മലക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഖബറിൽ ഒരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ. ആ മലക്കിനെ കുറിച്ച് തങ്ങളൊന്ന് വിവരിച്ചു തരാമോ നബിയേ? فقال رسول الله صلى الله عليه وسلم തങ്ങൾ ആ സമയത്ത് മറുപടി പറയുകയാണ്, ആ മലക്ക് അവന്റെ പേരാണ് റൂമാൻ എന്ന പേരുള്ള മലക്ക്. ചെറുപ്പക്കാരാ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും എല്ലാവരും കിടക്കുന്ന ഖബറിന്റെ അകത്ത് അനുഭവിക്കാനുള്ളതാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഖബറിൽ അനുഭവിച്ചതാ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ ഖബറിന്റെ അകത്ത് അനുഭവിച്ചതാണ്. ഏതൊരു മനുഷ്യന്റെ ഖബറിലേക്കും ഈ മലക്ക് വരുന്നതാണ്. എന്നിട്ട് മുത്തുനബി പറയുകയാ, യദ്ഖുലു അലൽ മയ്യിതി സുമ്മ യഖൂലു ലഹു. ആ മലക്ക് വന്നിട്ട് ഖബറിന്റെ അകത്തേക്ക് ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ആ ഖബറാളിയോട് സലാം പറയുന്നതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്നതാ. എല്ലാവരോടും പറയൂല. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് നല്ല മയ്യത്താണോ? റൂമാൻ എന്ന മലക്ക് വന്നിട്ട് സലാം പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് സ്വാലിഹായ മയ്യത്താണോ? നിസ്കാരം മുറമോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ഇബാദത്തുകൾ മുറമോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ആ മയ്യത്തിനോട് റൂമാൻ എന്ന മലക്ക് വന്ന് സലാം പറയും സഹാബ. ആ മലക്ക് വരുമ്പോ ആ മലക്കിന്റെ മുഖത്ത് വലിയ പ്രകാശമാണ് സഹാബ. കണ്ടിട്ടില്ലേ നിങ്ങള്? പകൽ വെളിച്ചത്തിൽ സൂര്യന്റെ പ്രകാശം തട്ടുന്നത് കണ്ടിട്ടില്ലേ? ഇതേ പ്രകാരം ആ മയ്യത്ത് എത്രത്തോളം സ്വാലിഹാണോ അത്രത്തോളം പ്രകാശം ആ ഖബറിലേക്ക് വരുമെന്നാ. ഉമ്മമാരെ, നിങ്ങളെ എത്രത്തോളം ഇബാദത്ത് ദുനിയാവിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ ഇബാദത്തിന്റെ തോതനുസരിച്ച് ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരുമെന്നാണ്. ഈ ദുനിയാവിൽ എത്രത്തോളം അമലുകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് റൂമാൻ എന്ന മലക്ക് നമ്മളെ ഖബറിൽ വരുമ്പോ ആ ഇബാദത്തിനനുസരിച്ച് ഖബർ ഇങ്ങനെ പ്രകാശിക്കുമെന്നാ. ഇബാദത്ത് കുറഞ്ഞവരാണോ? സൽക്കർമ്മങ്ങൾ കുറഞ്ഞവരാണോ? നിസ്കാരങ്ങളും നോമ്പുകളും സൽപ്രവർത്തനങ്ങളും ജീവിതത്തിൽ കുറഞ്ഞവരാണോ? അവരെ ഖബറിലേക്ക് റൂമാൻ എന്ന മലക്ക് വരുമ്പോ ആ ഖബറിലെ വെളിച്ചം അങ്ങനെ കുറഞ്ഞു പോകുമെന്നാണ്. നമ്മളെ വീട്ടില് കത്തുന്ന ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങളെ? ആ ബൾബ് നല്ല വോൾട്ടേജ് ഉള്ള സമയത്ത് നല്ല പ്രകാശം ഉണ്ടാകുമല്ലോ. വോൾട്ടേജ് കുറയുമ്പോ അതിന്റെ ലൈറ്റ് ഇങ്ങനെ അണഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളെ? ഇതുപോലെയാണ് ചെറുപ്പക്കാരാ നമ്മുടെ ഖബർ മോനെ. ഇതുപോലെയാണ് പൊന്നുമോളെ നമ്മുടെ ഖബർ മോളെ. ഇതുപോലെയാണ് ഉമ്മമാരെ നമ്മുടെ ഖബർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൂടുതലുണ്ടോ? ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമാൻ എന്ന മലക്ക് വരുമ്പോ എന്റെ ഖബറിൽ അല്ലാഹു വെളിച്ചം തരുന്നതാണ്. നിങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ കിടക്കുന്ന ഖബറിന്റെ അകത്ത് ആ വെട്ടം അല്ലാഹു തരുന്നതാണ്. നിങ്ങളെ കിടക്കുന്ന ഖബറിന്റെ അകത്ത് റൂമാൻ എന്ന മലക്ക് ഇറങ്ങി വരുമ്പോ പരിസരത്തെല്ലാം അവന് പ്രകാശമടിക്കുന്നതാണ്. ഖബറിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതാ. ഖബറിങ്ങനെ പ്രകാശപൂരിതമാകുന്നതാ. നേരെ മറിച്ച് റമളാനായിട്ട് കള്ളുവടി അവസാനിപ്പിക്കാത്തവരെ,
റമദാനായിട്ട് ലഹരി ചുണ്ടിൽ നിന്ന് മാറ്റാത്തവരെ, റമദാനായിട്ട് ഹറാമിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാത്തവരെ, റമദാനായിട്ട് സീരിയലിൽ സിനിമയുടെ പിന്നാലെ പോകുന്നവരെ, റമദാനിലാവ് മറവിന്ദിലാവ് രാപ്പകലില്ലാതെ പതിരാ സമയത്തും ഉച്ച സമയത്തും അറിവിന്റെ സാഗരങ്ങള് ഭിളറിന്റെ സാഗരങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു ഇന്റർനെറ്റിലൂടെ വെച്ചു തരുമ്പോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹറാമിയത്ത് തേടി പോകുന്നവരാരാ? ദിവസങ്ങളായി വീടിന്റെ കത്തളങ്ങളിൽ റമദാനിലാവ് മറവിന്ദിലാവിന്റെ മജ്‌ലിസ് കേൾക്കുമ്പോ ഇതെല്ലാം നന്നാവാനുള്ള അവസരം അല്ലാഹു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ സിനിമ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അതിന് പകരമായിട്ട് വിജ്ഞാനത്തിന്റെ വേദനകൾ ഒരുക്കി തരുമ്പോ, സീരിയൽ കാണുന്ന ടിവിക്കകത്ത് തന്നെ വിജ്ഞാനത്തിനുള്ള വഴികൾ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ വീണ്ടും ഹറാമിയത്തിന്റെ വഴികളെ തേടി പോകുന്നവനുണ്ടോ? എത്ര കുറ്റം പറഞ്ഞാലും മതി വരൂല, എത്ര ഗീബത്ത് പറഞ്ഞാലും മതി വരൂല, എത്ര ഫസാദ് പറഞ്ഞാലും മതി വരൂല. നായികക്ക് 40,000 വട്ടം എത്ര വായ ഉറപ്പിച്ചിട്ടുള്ള പൊട്ടിച്ച് പറഞ്ഞാലും പിണങ്ങി നിൽക്കുന്നതിന് യാതൊരു മാറ്റവുമില്ലാതെ എന്റെ മനസ്സ് മാറൂല, എന്റെ മനസ്സ് മാറൂല ഉസ്താദേ. എത്ര വാല പറഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സ് മാറൂല, ഞാൻ എന്റെ മരുമോളോട് മുണ്ടൂല്ല, ഞാൻ എന്റെ അമ്മായിമ്മയോട് മുണ്ടൂല്ല, ഞാൻ പിണക്കത്തിൽ നിന്ന് ഒരടി പോലെ പിന്നോട്ടടിക്കൂല എന്ന പാറ പോലെ ഉറച്ച മനസ്സുണ്ടോ? പാറ പോലെ ഉറച്ചു പോയ മനസ്സുണ്ടോ? സ്നേഹത്തിന്റെ വാക്കിൽ വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് മിണ്ടണം കേട്ടോ, പിണക്കങ്ങളെ മാറ്റണം കേട്ടോ. അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിണങ്ങി നിൽക്കുന്ന കുടുംബമാവാ പാടില്ല. നിങ്ങൾ അയൽവാസിയെ നോമ്പ് തുറക്കാൻ വിളിച്ചു, അതല്ലെങ്കിൽ 4 മക്കളിൽ നിന്ന് 3 മക്കളെ വിളിച്ചു, എന്തേ നിങ്ങളെ മറ്റുള്ളവനെ മാറ്റി നിർത്തിയത്? അവന് വരണ്ട, അവനെ മനഃപൂർവ്വം നിങ്ങൾ അവൈഡ് ചെയ്തതാണോ? മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ? മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ? ഓന് ഞങ്ങളെ കുടുംബത്തിൽ കൂടണ്ട, ഓനെ ഞങ്ങളെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തണോ? ഓള് ഞങ്ങളെ കുടുംബത്തിൽ വരണ്ട, ഓളെ ഞങ്ങളെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന ദുഷിച്ച ചിന്തയുമായിട്ടാണോ നടക്കുന്നത്? ഇല്ല 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 ഇല്ല. എത്ര റമദാൻ വന്നാലും നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം തരൂല്ല. റമദാൻ എന്നാൽ കരിച്ചു കളയുക എന്നാണ് മഹാന്മാരെ അർത്ഥം പറഞ്ഞത്. എത്ര വലിയ പാപമാണെങ്കിലോ, എത്ര വലിയ തെറ്റാണെങ്കിലോ, എത്ര വലിയ കുറ്റമാണെങ്കിലോ ആ കുറ്റത്തിനെ എല്ലാം കരിച്ചു കളയുന്ന മാസമേ റമദാൻ, കരിച്ചു കളയുന്ന മാസമേ റമദാൻ. അതുകൊണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റുക. നമ്മളെ കബറിൽ കിടക്കുമ്പോ റൂമാണെന്ന മനക്ക് നമ്മുടെ കബറിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ കബറെങ്ങനെ പ്രകാശിക്കണം ചെറുപ്പക്കാരാ, നമ്മുടെ കബറെങ്ങനെ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ഞങ്ങളെ കബറിലേക്ക് നീ പ്രകാശം തരണേ അല്ലാ. അങ്ങനെ റൂമാൻ എന്ന മലക്ക് ഖബറിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അൽഹംദുലില്ലാഹ് ഖബർ ഇങ്ങനെ പ്രകാശിക്കും. നല്ല വെളിച്ചാണ്, നല്ല വെളിച്ചം. നമ്മൾ പറയല്ലേ, ഓ ഞങ്ങട്ട് വന്നപ്പോത്തിന് കറണ്ട് വന്നു, നമ്മളങ്ങോട്ട് വന്നപ്പോത്തിന് കറണ്ട് എങ്ങാനും പോയല്ലോ, ഓ ചേട്ടാ കേറി കാലയുടെ കുത്തിയപ്പോത്തിന് കറണ്ട് പോയി. ആ നമ്മൾ പറയണ വാക്കാണ്, ഇജയുടെ കാലയുടെ കുത്തിയ പോലെ ഓൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓൻ പറയാം ഇജയുടെ കാലയുടെ കുത്തിയ പോലെ കറണ്ട് പോയി. അപ്പൊ നമ്മൾ പറയല്ലേ ഉജ്ജർ വന്നപ്പോ എന്തൊരു വെളിച്ചം, മാഷാ അല്ലാഹ്. ആ വെളിച്ചം ഖബറിലേക്ക് കണ്ടു വരും. ആര് വരുമ്പോ റൂമാൻ എന്ന മലക്ക് കണ്ടു വരുമ്പോ അൽഹംദുലില്ലാഹ്. അങ്ങനെ ആ മലക്ക് വന്നേ, ആ മലക്ക് വന്നിട്ടോ ചോദിക്കും, ആദ്യം ചോദിക്കും എന്താണ്, നമ്മൾ ആദ്യം ചോദിക്കല്ലേ എന്താ വർത്താനം, സുഖല്ലേ? അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. എന്താണ് വിശേഷം, സുഖല്ലേ? നല്ല മനുഷ്യനാണെങ്കിൽ നല്ല റാഹത്തില് ചോദിക്കും, എന്താ സുഖല്ലേ? അൽഹംദുലില്ലാഹ് റാഹത്താണ്. നേരെ മറിച്ച് ചീത്ത ആളാണ് കബല കിടക്കുന്നത്, എന്താ തന്റെ വർത്താനോ?
ചോദ്യത്തുമെന്ന് മനസ്സിലാക്കാം നമുക്ക്. ചോദ്യത്തുമെന്ന് തിരിയും അല്ലേ? എന്താ മാനെ വർത്താനം? എന്താ മാളെ സുഖാണോ? ആ അൽഹംദുലില്ലാ സുഖാമാ, സുഖപ്പാ, സുഖാണിക്ക, സുഖാണിത്ത, നമ്മളങ്ങനെ പറയും. അപ്പൊ ആ ചോദ്യത്തുമെന്ന് മനസ്സിലാക്കാം, അത് സ്നേഹത്തിന്റെ ചോദ്യമാണ്. നേരെ പക്ഷെ എന്താന്റെ വർത്താനം സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ? ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇത് ചോദ്യം തന്നെ എന്തില്ല സുഖല്ല എന്നല്ല, ചോദ്യം തന്നെ സുഖല്ല. അപ്പൊ രണ്ടും മനസ്സിലാക്കാം. ആ മലക്കിന്റെ ചോദ്യത്തുമെന്ന് തന്നെ മനസ്സിലാക്കാം ഇതിപ്പോ പണി വാളോ ഇല്ലേ, നല്ല നല്ല റാഹത്തിലാണോ? അൽഹംദുലില്ലാ സുഖാണ്, റാഹത്തല്ലേ? അതിമൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മലക്ക് എന്ന് പറയും, ആദ്യം മലക്ക് വന്നിട്ട് കൂടുതൽ നേരം നിൽക്കൊന്നുമില്ല. കാരണം ആ മലക്കിന്റെ ഡ്യൂട്ടി എന്നതാണല്ലോ, ഒരു കബറിൽ നിന്ന് മറ്റൊരു കബറിലേക്ക്, ആ കബറിൽ നിന്ന് മറ്റൊരു കബറിലേക്ക്, അങ്ങനെ കബർ മാറി പോവാണ്. അപ്പൊ ഈ മലക്ക് വന്നിട്ട് പറയും, ആ മലക്ക് വന്നിട്ട് നമ്മൾ ഇരുത്തും, കബറിൽ ഇരിക്കും. എന്നിട്ടോ കബറിൽ ഇരുത്തിയിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മയ്യത്ത് പറയാണ് ഒക്തുബ്. പിന്നെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഞാൻ വന്നതിനാറാ ഒക്തുബ് എഴുതിക്കോ. അല്ല നിങ്ങൾ എഴുതണേ പറയണൊക്കെ എഴുതണുണ്ടോ? ഒക്തുബ് എഴുതണം, ചരിത്രങ്ങളൊക്കെ എഴുതിയേക്കണം. അപ്പൊ ഈ മലക്ക് വന്നിട്ട് കബറിൽ പറയാണ് ഉക്തുബ്. എന്താ മലക്ക് പറയണേ? എഴുത്. എല്ലാ മയ്യത്തിനോട് പറയും, എല്ലാ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഒക്തുബ് എഴുതിക്കോന്ന് പറയും. നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോ ചിലപ്പോ എഴുതണുണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല നിങ്ങൾ ഡയലോഗ് അടിച്ചാൽ, കാരണം നിങ്ങൾ അവിടെയാണ്, നിങ്ങളെ വരിയിലാണല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് പറയാനല്ലോ. പക്ഷെ നേരെ കബറിന് പറ്റൂല. ഒക്തുബ് എഴുതിക്കോന്ന് പറയുമ്പോഴേ ഒന്നും പറയാൻ പറ്റൂല. എന്താ പറയാ? ഒക്തുബ് മിൻ ഹസനത്തിൻ വസയ്യത്തിൻ, നീ എഴുതി നിന്റെ ജീവിതത്തിൽ ഇന്നവരെ നീ ചെയ്ത നന്മകളും ജീവിതത്തിൽ ഇന്നവരെ ചെയ്ത തിന്മകളും എഴുതിക്കോ. ആരോടെ? മയ്യത്തിനോട് പറയണേ, എഴുതു മയ്യത്തെ, നിന്റെ ജീവിതത്തിൽ ഇന്നവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതിക്കോന്ന് പറയും. സുബ്ഹാനല്ലാഹ്. കുടുങ്ങിലെ ഇന്നലത്തെ നടന്ന കാര്യങ്ങൾ ചിലപ്പോ ഇന്ന് എഴുതാൻ നിന്നാൽ ചിലപ്പോ മറക്കും. അതുകൊണ്ടാണ് ഇന്നലത്തെ റമദാൻ നിലാവിലെ വിവരങ്ങൾ ഇന്നലെ തന്നെ എഴുതിയേക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഖബർ എന്ന് അള്ളാഹു നമുക്ക് ആ ഓർമ്മ കണ്ടു തരും, ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം എന്തെല്ലാം ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം നമ്മുടെ മനസ്സിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി തരും. അതൊക്കെ എങ്ങനെ ഉസ്താദേ? അതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടാവും, അതൊക്കെ മറക്കൂലേ? എല്ലാം ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ മൊബൈലൊക്കെ ഇടുന്നപ്പോ മൊബൈലൊന്നും ആർക്കും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാ ഉമ്മമാർക്കും എല്ലാ ഉപ്പമാർക്കും. ഇനി പൈമ കുറെ കളിച്ചാൻ അറിയില്ലെങ്കിലും യൂട്യൂബ് എടുത്തുകൊണ്ട് അറിവിന്നില്ല എന്ന് തുറക്കാൻ എല്ലാവർക്കും അറിയാം, എല്ലാ ഉമ്മമാർക്കും അറിയാം. എത്ര വലിയ പ്രായമുള്ള ഉമ്മാമ്മമാരാണെങ്കിലും കിടത്തുന്ന കിടത്തത്തിൽ നിന്ന് കേൾക്കുന്ന ഉമ്മമാരാണെങ്കിലും ഉപ്പാപ്പാരാണെങ്കിലും യൂട്യൂബ് തുറക്കാനും അതിന് അറിവിന്നില്ലാവും റമദാൻ നിലാവും തുറക്കാനും അറിയാത്തൊരു ഇപ്പൊ ആരുമില്ല. അൽഹംദുലില്ലാ. അപ്പൊ ദീനിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. മജ്‌ലിസ് കേൾക്കാൻ വേണ്ടി മാത്രം മൊബൈൽ വാങ്ങിയ ആളുകൾ എത്രയാണ്? വൈഫൈ വലിച്ചിട്ട് അതിന്റെ സൗകര്യം ഒരുക്കി, ടി വി ഒരുക്കി, അൽഹംദുലില്ലാ ബോക്സ് ഒക്കെ വെച്ച് അതൊക്കെ കേൾക്കുന്ന കുടുംബങ്ങൾ എത്രയാണ്? നമ്മുടെ കുടുംബവും നമ്മുടെ വീടും അള്ളാഹു നല്ല ബർക്കത്തും റഹ്മത്തും നിഅമത്തും സന്തോഷം അള്ളാഹു ഏറ്റി തരട്ടെ. അപ്പൊ ഉക്തുബു അമലക. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ആ മൊബൈലിന്റെ അകത്ത് ചെറിയ മെമ്മറി കാർഡ് ഉണ്ട്, ചിപ്പി എന്ന് പറയും, ചെറിയ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിൽ എന്തെല്ലാം സംഗതി കൊള്ളും അല്ലെ? ഇത്രയും വലിയ മനുഷ്യനെ ആ ചെറിയ മെമ്മറി കാർഡിൽ ഫുൾ ഡോക്യുമെന്റിൽ കൊള്ളൂലേ? എന്തെല്ലാം കാര്യങ്ങൾ. അതിന്റെ ജീബി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇത് ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഉദാഹരണം കാണിച്ചു തരികയാണ്. അപ്പൊ അതിന് ഡിലീറ്റ് ആക്കിയാലോ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ കബറിന്റെ അകത്തിരുന്നിട്ട് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഈ മെമ്മറി കാർഡിൽ ഈ ലോകം മുഴുവനും തരാൻ, അതിന്റെ വിവരങ്ങൾ മുഴുവനും, ഒരു പഞ്ചായത്തിന്റെ അതല്ലെങ്കിൽ ഒരു ജില്ലയുടെ വിവരങ്ങൾ മുഴുവനും ഈ ചെറിയ മെമ്മറി കാർഡിന്റെ ഉള്ളിലാക്കാൻ പറ്റുന്ന റബ്ബിന് നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ മുഴുവനും മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടുവരാന് റബ്ബിന് എന്താ കഴിവില്ലേ? അള്ളാഹു കരുതിയ നടക്കാത്ത എന്താ? ഖബറിന്റെ അകത്ത് നിന്ന് മലക്ക് നമ്മോട് പറയും, നിന്റെ അമല് നീ എഴുതുക, നീ ചെയ്ത നന്മകൾ, നീ ചെയ്ത തിന്മകൾ, ജീവിതത്തിൽ സംഭവിച്ച നന്മകളും തിന്മകളും എഴുതി വെക്കാൻ മലക്കിനോട് നമ്മൾ പറയും. മലക്ക് നമ്മളോട് പറയാ, അല്ലാഹുവേ മലക്ക് വന്നിട്ട് എഴുതാൻ പറയാണ്, നീ ചെയ്തു പോയ നന്മകളും തിന്മകളും എല്ലാം എഴുതോ മയ്യത്തേ.
മലക്ക് വന്നിട്ട് നമ്മളോട് എഴുതാൻ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ചിലപ്പോ ചെറിയ കുട്ടിക്കാലത്ത്, ഞാനല്ലോ ചില ആളുകളൊക്കെ, നമ്മളൊക്കെ പിന്നെ ഡീസന്റ്, ചില ആളുകൾ പറയും ക്ലാസ്സിൽ നിന്ന് ടീച്ചർ എഴുതാൻ പറയുമ്പോ നമ്മൾ പറയുന്ന ഒരു മറുപടി എന്താ വേറെ എഴുതാൻ പറയുമ്പോ മക്കളെ നോട്ട്ബുക്ക് എടുത്തോളി, പുസ്തകം എടുത്തോളി, വർക്ക് ബുക്ക് എടുത്തോളി എന്ന് പറയുമ്പോ ചില ആളുകളൊക്കെ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നമ്മളെ കുട്ടികളോട് ചോദിച്ചെങ്കിൽ ശരിക്കും പറഞ്ഞുതരും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും 4, 5, 6, 7 ഒക്കെ പോയവരുണ്ടാവുമല്ലോ. നിങ്ങളെ കാലത്ത് പേനന്നെ ഉണ്ടാവോ? അപ്പൊ പേനല്ല കണ്ടോ പറയുന്നുണ്ട്. ഓല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കമന്റ് ഒക്കെ നിങ്ങൾ ഓല് പറയണ മറുപടി ഉണ്ട്. ടീച്ചറെ പേന കൊടുത്തിട്ടില്ല, ഉസ്താദെ പേനല്ല അല്ലേ? എല്ലാരും പറയണ മറുപടിയാണ് പേനല്ല. ഈ മയ്യത്ത് ചോദിക്കാണ് ഞാൻ എങ്ങനെ എഴുതാൻ, എന്റെ കയ്യിൽ പേനല്ലല്ലോ. ഈ മയ്യത്ത് പറയണം, മലക്കിനോട് പറയണം. ഇത് ഞാൻ പറയല്ല, മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തില്ലേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞതേ മറിക്ക് നമ്മൾ പറയാണ് ഞാൻ എങ്ങനെ എഴുതാനാ, എന്റെ കയ്യിൽ പേനല്ലല്ലോ. എഴുതണമെങ്കിൽ പേന വേണ്ടേ? പേന വേണം, ഏതെങ്കിൽ പേന വേണം. ആ സമയത്ത് മലക്കവിടന്ന് മറുപടി പറയുകയാണ്, അയിന കലമി, എവിടെയാണ് എനിക്ക് പേനയുള്ളത്? ഞാൻ എങ്ങനെ എഴുതാനാ മലക്കേ? ഞാൻ എങ്ങനെ എഴുതാനാണ് മലക്കേ? അയിന കലമി, എഴുതാൻ എനിക്ക് പേനയില്ലല്ലോ, എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ലല്ലോ. അല്ലാഹുവേ, ആ മലക്കവിടന്ന് പറയുകയാണ് വകലമുക ഇസ്ബഉക, മയ്യത്തേ നിന്റെ വിരൽ നീ പേനയാക്കുമോനെ, നിന്റെ വിരൽ നീ പേനയാക്കുമോനെ. ഈ വിരലൊരു പേനയായിട്ട് നീ എഴുതണം മയ്യത്തേ. ഈ വിരൽ കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മകളും എല്ലാ തിന്മകളും നിന്റെ കയ്യിൽ 5 വിരലുകളുണ്ടല്ലോ. ആ 5 വിരലിൽ നിന്ന് ഒരു വിരൽ കൊണ്ട് നീ എഴുതൂ മോനെ. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് അത്ഭുതപ്പെട്ടു പോവുകയാണ്. മലക്ക് വന്നിട്ട് പറയാണ് പറ്റൂല പറ്റൂല, എഴുതണം. നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വകാര്യങ്ങളും നീ എഴുതണം. അതിന്റെ എഴുതാൻ നിന്റെ കൈവിരൽ നീ പേനയാക്കിക്കോ. അപ്പോഴും നമ്മൾ പറയുകയാണ് പേനയാക്കാം, പക്ഷേ എഴുതണമെങ്കിൽ മഷി വേണ്ടേ? സ്കൂളിൽ പറയണതേ മറുപടി, ടീച്ചറേ ഇതില് മഷിയില്ല. എന്നിട്ട് ഇങ്ങനെ കോടിങ് അല്ലെങ്കിൽ ആ ഫില്ലറിന്റെ ആ മോനെ വലിയ ഒരുകാണ്ട് മറ്റവന്റെ മേത്തേക്ക് മഷാക്കിയാണ്ട് ഇതിൽ മഷിയില്ല. എന്നിട്ട് ഇങ്ങനെ കുറെ ചില ആളുകളുണ്ട് പേനന്റെ ഫില്ലർ ബഞ്ചം അങ്ങനെ ഇങ്ങനെ അടിച്ചാണ്. ഒരു വലിയ പടപ്പിസ്റ്റിന്റെ ആർക്ക് നല്ലൊരു പേന ഇല്ലായിട്ടൊന്നല്ല, കൊണ്ടുപോകില്ല, എഴുതാൻ മടിച്ചിട്ട് കൊണ്ടുപോകില്ല. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ കൊടങ്ങാണ് ബഞ്ചം അങ്ങനെ അടിക്കും, അങ്ങനെ അടിച്ചു മറ്റവന്റെ മേത്തേക്ക് മഷിയാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ പറയും എന്താടാ എഴുതാത്ത ടീച്ചർ ചോദിച്ചു, നമ്മൾ പറയും ടീച്ചർ അതിന് ഈ മഷി വേണ്ടേ, ഇത് മഷി വേണ്ടേ. ഇല്ല, മഷി മുഴുവൻ കളഞ്ഞിണ്ടാവും. ഈ മയ്യത്തിനോട് ഈ മയ്യത്ത് മലക്കിനോട് പറയാണ് എഴുതണമെങ്കിൽ മഷി വേണ്ടേ? മഷിയില്ല എന്ന് പറയും. ഏതെങ്കിലും എന്ത് വേണം? മഷിയില്ല. അല്ലാഹ് ഈ മയ്യത്തിനോ മയ്യത്ത് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്? എഴുതണമെങ്കിൽ മഷി വേണ്ടേ മയ്യത്തെ? എഴുതണമെങ്കിൽ മഷി വേണ്ടേ? നിന്റെ തുപ്പ് നീ എടുക്കുക. മലക്ക് വിടൂല. ടീച്ചറെ മുമ്പേ കഴിച്ചില്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാഷ മുമ്പേ കഴിച്ചില്ലാൻ പറ്റുള്ളൂ. മലക്ക് വിടൂല. മലക്കിനോട് നമ്മളെ അഞ്ഞാഞ്ഞ കളിയൊന്നും പറ്റൂല. മലക്ക് അവിടുന്ന് പറയണ മറുപടി എന്താ? നിന്റെ തുപ്പിനീരെടുത്തോ, നിന്റെ ഉമിനീരെടുത്തോ. സുബ്ഹാനല്ലാഹ്, കുടുങ്ങിയില്ലേ? പിന്നെ എന്താ നമ്മൾ പറയാ? പിന്നെ എന്താ പറയാ? ഓരോ ചോദ്യത്തിനും ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും മലക്ക് ഇങ്ങോട്ട് മറുപടി പറയാണ്. നിന്റെ ഉമിനീരെടുക്കേ, അങ്ങനെ കഴിച്ചില്ലാവല്ലേ? നിന്റെ ഉമിനീരെടുത്ത് മഷിയാക്കിയിട്ട് കൈവിരൽ പേനയാക്കിട്ട് മലക്ക് പറയാം. അപ്പോഴും പിന്നെ നമ്മള് പിന്നെ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. ടീച്ചർ മുമ്പ് അവസാനം പേനക്കുണ്ടാവും. പിന്നെ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. എന്താണത്? നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ പറഞ്ഞോളി, എഴുതിക്കോളി. എന്താണത്? പേനയൊക്കെ ഉണ്ട്, പേനയുണ്ട്, മഷിയുണ്ട്. ഇനിയിപ്പോ പേന അല്ലെങ്കിൽ ടീച്ചർ പറയും ആ 2 പേന അല്ല ആരെടുത്താ, ആ 2 പേന കിട്ടി. പിന്നെ അവസാനം എഴുതാൻ പഠിക്കുമ്പോ പറയുന്നൊരു മടി എന്താണോ? അതുണ്ട് കമന്റിൽ. ബുക്കില്ല, അല്ലെങ്കിൽ ബുക്ക് മാറി, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിന്റെ പുസ്തകം കൊടുക്കുന്നത്, പുസ്തകം മാറിക്കൊടുന്നു.
സോഷ്യൽ സയൻസിനും കണക്കിനും ഇംഗ്ലീഷിനും ഒക്കെ ഒരു പുസ്തകക്കാരാണ്. ഈ ഭാഗത്ത് നിന്ന് അറബി, ആ ഭാഗത്ത് നിന്ന് മലയാളം, ഈ ഭാഗത്ത് സെൻട്രൽ പോയാണ്ട് കണക്ക്. ഇപ്പൊ അങ്ങനെയൊന്നല്ല കേട്ടോ, ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇപ്പൊ ഒക്കെ റാഹത്തായി, ഇപ്പൊ ഉഷാറായി. അപ്പൊ പറഞ്ഞു വരെന്താ അറിയോ, ബുക്കില്ല എന്ന് പറയും, അല്ലെങ്കിൽ പുസ്തകം മാറി ബുക്കില്ല എന്ന് പറയും. ഈ മയ്യത്തെ ഖബറിൽ നിന്ന് മലക്കിനോട് പറയാണ്, പുസ്തകം വേണ്ട, എവിടെ എഴുതും? എഴുതാൻ പേന ഓക്കെ, കയ്യൊക്കെ. ഉമിനീര് തുപ്പലാക്കാൻ പറഞ്ഞു, അതൊക്കെ. തുപ്പല് മഷിയാക്കാൻ പറഞ്ഞു, അതൊക്കെ. അപ്പൊ രണ്ടായി. എഴുതിയേക്കണം കേട്ടോ, എഴുതിയേക്കണം. നിങ്ങൾ പേന എല്ലാം ബുക്കില്ലാണ്ട് കാര്യമില്ല, എഴുതിയേക്കേണ്ടി വരും. പിന്നെ മൂന്നാമത് മലക്കിനോട് മയ്യത്ത് പറയണ വാക്കെന്താ? എങ്ങനെ, എവിടെ എഴുതും? എഴുതണ്ട, എങ്ങനെ എഴുതണം? ആ സമയത്താണ് മലക്കവിടുന്ന മറുപടി പറയുകയാണ്, ആ മലക്കവിടുന്ന മറുപടി പറയുകയാണ്, അല്ലാഹ് ഫകഫനുക, നിന്റെ ശരീരം 3 കഷ്ണം കൊണ്ട് പൊതിഞ്ഞില്ലേ മയ്യത്തെ? നിന്റെ ശരീരത്തെ 3 കഷ്ണം കൊണ്ട് പൊതിഞ്ഞില്ലേ മയ്യത്തെ? ആ കഫം പുടയെടുക്കുമോനെ, ആ കഫം പുടയെടുക്കുമോളെ, ആ കഫം പുടയിൽ നിന്നെ കഷ്ണം എടുത്തിട്ട് ഒക്ടബാമലക്കാ, നീ ചെയ്തു പോയ നന്മതിന്മകളെല്ലാം എഴുതി വെക്കോ മയ്യത്തെ, എഴുതി വെക്കോ മയ്യത്തെ. സുബ്ഹാനല്ലാഹ്, മലക്ക് നമ്മളെ വിടൂല്ല. ഇന്നവരെ പറഞ്ഞു പോയതല്ല, ഇന്നവരെ കണ്ടുപോയതല്ല, ഇന്നവരെ കേട്ടുപോയതല്ല, ഇന്നവരെ ചിന്തിച്ചു പോയതല്ല, ഇന്നവരെ മറ്റൊരാളെ സമ്മതമില്ലാതെ എന്തെല്ലാം നമ്മൾ എടുത്തു പോയിട്ടുണ്ടോ? ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ തിന്മകളും എല്ലാ നന്മകളും കബറിന്റെ അകത്ത് കിടന്നിട്ട് നമ്മൾ എഴുതി വെക്കുകയാ അല്ലാഹുവേ. എന്നിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? ആ മലക്ക് വന്നിട്ട് എല്ലാം നോക്കുകയാണ്. നമ്മളെ എഴുതിയ വർക്കുകളെല്ലാം അല്ലാഹ് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരും മദ്രസകളിലെ ഉസ്താദുമാരൊക്കെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതേ പ്രകാരം ആ മലക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാ. ഫയക്തുബു മാ അമലഹു ഫിദ്ദുനിയാ ഖൈറാ, ദുനിയാവിൽ നീ ചെയ്ത പോയ നന്മകൾ എന്തെല്ലാമുണ്ട്, എന്തെല്ലാം സ്വതക്കകൾ നീ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം നന്മകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ എഴുതി വെക്കുമെന്നാ. വഇദാ ബലഗ സയ്യിഅതഹു യസ്തഗീ മിൻഹു, അല്ലാഹുവേ അപ്പോഴാണ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മനസ്സിലേക്ക് അല്ലാഹു ഓർമ്മപ്പെടുത്തി തരുന്നത്. ആ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമ്മളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുതി വെക്കുമ്പോ നമ്മുടെ മുഖത്ത് വല്ലാത്ത ഒരു ലജ്ജ വരുന്നതാണ്. എങ്ങനെ ഞാനത് എഴുതാ? ഓളെ സ്വർണം കട്ടെടുത്തത്, ഓളെ മഹർ പൊക്കിയത്, അല്ലെങ്കിൽ മറ്റോന്റെ സ്വർണം പൊക്കിയത്, അല്ലെങ്കിൽ ആ സിന്ദാബാദ് വിളിച്ചപ്പോ മറ്റോന്റെ വണ്ടിക്ക് കല്ലെടുത്തെറിഞ്ഞത്, അല്ലെങ്കിൽ ഓന്റെ ടയർ പോയി കണ്ട പഞ്ചറാക്കിയത്, കാറ്റ് ഒഴിച്ച് വിട്ടത്. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഞാൻ കവർന്ന് എഴുതാ? അല്ലാത്തൊരു ലജ്ജീകര, എങ്ങനെ ഇപ്പൊ ഇതൊക്കെ എഴുതാ? ഇതൊക്കെ ഇപ്പൊ നാറ്റ കേസാണല്ലോ, എങ്ങനെ ഇപ്പൊ എഴുതാ? മറ്റോന്റെ വണ്ടീന്റെ കാറ്റ് ഒഴിച്ചത് ഒക്കെ എഴുതേണ്ടി വരും. അതിനൊക്കെ ഒരു പിടിത്തിണ്ടാവില്ല. കാര്യപ്പെട്ട് മാത്രമേ ഇത്. എന്ത് കാര്യപ്പെട്ട്? ഒക്കെ കാര്യപ്പെട്ടത് തന്നെ. കാര്യപ്പെട്ടത് ഒന്നും കഴിച്ചിലാവൂല. ഞാൻ നിങ്ങൾ ആരും കഴിച്ചിലാവില്ല, ഒക്കെ ഇതിന്റെ വരും. അപ്പൊ എഴുതുമ്പോ തെറ്റിങ്ങനെ എഴുതുമ്പോ മനസ്സിൽ ലജ്ജ ഉണ്ടാവും. ആ ലജ്ജ അങ്ങനെ കാണുമ്പോ മലക്ക് പറയാണ്, യാ ഖാതിൽ, ഓ എഴുതുന്നവനെ എഴുത്, നീ ചെയ്തു കൂട്ടിയല്ലേ ഇതൊക്കെ. മാ തസ്തഗി, അല്ല എന്തിനെ പറ്റി ലജ്ജിക്കുന്നത്? മലക്ക് ചോദിക്കാണ്, എന്താ എനിക്ക് ഒരു ലജ്ജ? അത് ചെയ്തപ്പോ ലജ്ജ ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ലജ്ജ. എഴുതിക്കൂടെ? മലക്ക് പറയാണ്, നീ എന്തിനാ ദുന്യാവിൽ നിന്ന് നിനക്കൊരു ലജ്ജയില്ലേ? ദുന്യാവെന്ന് ചെയ്തപ്പോ ഒരു ലജ്ജ എനിക്കില്ലേ? ഇപ്പൊ എഴുതുമ്പോഴാണ് എനിക്കുള്ള ലജ്ജ അല്ലേ? അതുകൊണ്ട് എഴുതിക്കോ, നീ ദുന്യാവിൽ നിന്ന് ചെയ്ത എല്ലാ നന്മകളും എല്ലാ തിന്മകളും നീ എഴുതുമോനെ, എഴുതുമോനെ. അല്ലാഹുവേ, ആ മയ്യത്തവിടുന്ന് എഴുതുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ നന്മകളും തിന്മകളെല്ലാം എഴുതുകയാണ്. നന്മകൾ എഴുതി വെക്കുന്ന സമയത്ത് ആ മലക്കിന് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹ്, തിന്മകൾ എഴുതി വെക്കുന്ന സമയത്ത് ആ മയ്യത്തിന് മലക്കിന് വല്ലാത്ത ദേഷ്യമാണ്.
അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുക, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുക. ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നിടത്ത് ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കണേ. കാരണം ഇവിടെ എഴുതിയ മുഴുവൻ കമന്റുകളും നാളെ റബ്ബിന്റെ ലോകത്തിൽ നിന്ന് എഴുതേണ്ട ഒരു കാലം വരുന്നുണ്ട്. ഇവിടെ നിന്ന് എഴുതിയാൽ, ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ അല്ലാഹുവിന്റെ ലോകം അങ്ങനെയല്ല, അല്ലാഹുവിന്റെ ലോകം അങ്ങനെയല്ല. ഖബറാകുന്ന ലോകത്തേക്ക് നമ്മുടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് മലക്ക് വന്നിട്ട് നമ്മുടെ സർവ്വ കാര്യങ്ങളും എഴുതാൻ പറയുമ്പോ അല്ലാഹുവേ, അത് മനുഷ്യൻ മുഴുവനും എഴുതി വെക്കുകയാണ്, ഒന്നും മാറൂല. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അന്നബി ബക്കരി വഅൻ ഉമരി വഅലി ഉസ്മാനാദിൽ കറമി മൗലൈ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സഈദിൻ സഈദ സുബൈർ طلحة وأبي عبيدة وبن عوف عشير الكرم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കുക അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരു ചരിത്രം ഞാൻ പറയട്ടെ, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, 10 സ്വഹാബത്തിന്റെ പേരെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ 10 സ്വഹാബത്തിൽ നിന്ന് പ്രഗൽഭനായ സ്വഹാബിയാണ് സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാൻ തങ്ങളെ, അൻത ഫിൽ ജന്ന, അൻത ഫിൽ ജന്ന. പിന്നോറേനി എന്ന മഹത്തായ നാമം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മുത്തുനബി വിളിച്ച മഹത്തായ നാമമാണ്. അത് മഹാനായ സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അല്ലാഹു വലിയ സൗഭാഗ്യം ലഭിച്ചവരാ, അല്ലാഹു വലിയ സൗഭാഗ്യം നൽകിയവരാ, അല്ലാഹു വലിയ സൗഭാഗ്യം നൽകിയവരാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ലികുല്ലി അംബിയാ, എല്ലാ അംബിയാക്കന്മാർക്കും സ്വർഗ്ഗത്തിലൊരു റഫീഖുണ്ട്, സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എല്ലാ അംബിയാക്കന്മാർക്കും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുള്ള നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള നൽകിയിട്ടുണ്ട്, ഇബ്രാഹിം നബിക്കല്ല നൽകിയിട്ടുണ്ട്, നൂഹ് നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്, മൂസാ നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ അംബിയാക്കന്മാർക്കും അല്ലാഹു സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനെ നൽകിയിട്ടുണ്ട്. റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഓരോ അമ്പിയാക്കന്മാർക്കും അല്ലാഹു ഓരോ കൂട്ടുകാരെ നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അല്ലാഹു
അല്ലാഹു സ്വർഗ്ഗത്തിൽ തന്ന കൂട്ടുകാരൻ ആരാണെന്നറിയോ? റഫീഖി ഫിൽ ജന്നാ ഉസ്മാൻ. അറിയുന്നില്ലാവ നോട്ട്ബുക്കിൽ എഴുതി വെക്കൂ മോളെ, എഴുതി വെക്കൂ ബാപ്പ, എഴുതി വെക്കൂ ഉമ്മ. റഫീഖി ഫിൽ ജന്നാ, സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്ക് തന്ന കൂട്ടുകാരൻ അവന്റെ ഉസ്മാനാണ് സ്വഹാബ, എന്റെ ഉസ്മാനായ സ്വഹാബ, എന്റെ ഉസ്മാൻ എന്ന സ്വഹാബിയാണ് സ്വഹാബ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാവപ്പെട്ട സ്വഹാബത്തിന് ഭക്ഷണം കൊടുക്കണേ, ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, എന്റെ സമ്പത്തിലുള്ള ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ ചെലവഴിക്കാറടിയാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ മുന്നിൽ വരുന്ന സ്വഹാബി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മദീനയിലെ മസ്ജിദ് നബവി നിർമ്മാണ സമയത്ത് സ്വഹാബത്തും മഹാന്മാരായ മദീനയിലെ മുഅ്മിനീങ്ങളെല്ലാം മുത്തുനബിയുടെ കയ്യിൽ വന്ന സംഭാവനകൾ കൊടുക്കുമ്പോ മസ്ജിദ് നബിയുടെ നിർമ്മാണത്തിന് വലിയ ഒരു സംഭാവന നൽകിയ മഹാനായ സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കണ്ടിട്ടുണ്ടോ അറിവിന്നിലാവ കുടുംബങ്ങളെ? മദീനയിൽ ചെന്നാൽ കാണാം ഫിഗർ ഉസ്മാൻ എന്ന പേരുള്ളൊരു കിണറ് കാണാൻ കഴിയുന്നതാ. മദീനയിലെ മസ്ജിദ് നബിയുടെ പരിസരത്തായിട്ട് ഫിഗർ ഉസ്മാൻ എന്ന പേരുള്ളൊരു കിണറ് കാണാം പ്രിയപ്പെട്ടവരെ. ആ കിണറിന് അങ്ങനെ പേര് വരാ കാരണം എന്തെന്നറിയോ? മദീനയിലെ പാവപ്പെട്ട ജനങ്ങള് ഹബീബായ തങ്ങളെ മുമ്പിൽ വന്ന പരാതി പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് കുടിവെള്ളം വേണം നബിയേ, ഞങ്ങൾക്ക് കുടിവെള്ളം വേണം നബിയേ. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ പല ഭാഗങ്ങളും അറിവിന്നിലാവിന്റെ കുടിവെള്ള പദ്ധതികൾ നമ്മൾ ചെയ്തോലോ. അല്ലാഹുവേ അതിനെ സഹായിച്ചവർക്കല്ല നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ യതീമക്കളെ വീട്ടിലേക്ക് സഹായിച്ചവർക്കല്ല നീ സഹായിക്കണേ അല്ലാ. ഇന്നും ഒരുപാട് സഹോദരിമാർ അതിലേക്ക് സ്വർണങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. മദീനക്കാർ വന്ന് മുത്തുനബിയോട് പറയാണ്, നബിയേ ഞങ്ങൾക്കൊരു കിണർ വേണം നബിയേ. മദീനയിൽ എവിടെയാണ് നല്ല വെള്ളമുള്ള കിണറെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു അമുസ്ലിമായ ഒരു അറാബിയായ മനുഷ്യന്റെ കയ്യിലാണ് ആ കിണറുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അറാബിയായ സഹോദരനോട് ചെന്ന് ചോദിക്കുകയാ, ഈ കിണർ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരുവോ? മദീനക്കാർക്ക് വെള്ളം കുടിക്കാൻ, മദീനക്കാർക്ക് വെള്ളമെടുക്കാൻ, മദീനക്കാർക്ക് ദാഹമകറ്റാൻ ഈ കിണർ നിങ്ങളൊന്ന് വിട്ടുതരാവോ എന്ന് ചോദിക്കുമ്പോ ആ അറാബിയായ മനുഷ്യൻ പറയാണ്, മുത്തുനബിയേ ഞാൻ ഈ കിണർ നിങ്ങൾക്ക് വെള്ളത്തിന് തരണമെങ്കിൽ എനിക്ക് കാശ് വേണം നബിയേ, എനിക്ക് കാശ് വേണം നബിയേ, എനിക്ക് കാശ് വേണം നബിയേ. കാശില്ലാതെ ഞാനത് തരൂല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ച സ്വഹാബ, ഈ അറാബിക്ക് കാശ് കൊടുത്തിട്ട് ഈ കിണർ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത് ആരാണ് സ്വഹാബ? ആ ചോദ്യം അങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് മറുപടി പറയുകയാ, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. പാവപ്പെട്ടവരൊക്കെ കിണർ കൊടുക്കാനല്ലേ, പട്ടിണി പാവങ്ങൾക്ക് വെള്ളം കൊടുക്കാനല്ലേ, മദീനയിലെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും അറാബികൾക്കും വെള്ളം കുടിക്കാനല്ലേ, ഞാനുണ്ട് നബിയേ, ഞാൻ തരാം നബിയേ. ആ അറാബിക്ക് എത്രയാ പണം വേണ്ടതെന്ന് ഞാൻ അവർക്ക് കൊടുത്തുവല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് ആദ്യമായി ചാടി എഴുന്നേറ്റ സ്വഹാബിയാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
ഹബീബിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത സ്വഹാബിയാണ് മഹാനായ മൂന്നാമത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖുലഫാഹുർ റാഷിദീങ്ങളെ അവർ വലിയ സ്ഥാനമുള്ളവരാ, അവർ വലിയ ബഹുമാനമുള്ളവരാ, അവർ വലിയ ദർജയുള്ളവരാ, അവർ വലിയ ദർജയുള്ളവരാ. അവർക്ക് അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, അവർക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ആ ഖുലഫാഹുർ റാഷിദീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എവിടെയാ പ്രിയപ്പെട്ടവരെ ഉസ്മാൻ തങ്ങളെ ഖബർ കിടക്കുന്നത് എവിടെയാ? മഹാനവറുകൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞില്ലേ, ഉസ്മാനെ നിങ്ങൾ വരിക, നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയാ. നോമ്പ് നോറ്റിട്ടാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. നോമ്പുകാരനായിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. വഫാത്താകുന്നതിന്റെ തൊട്ട് സമയത്തിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞതാണ്, ഉസ്മാനെ ഇന്ന് നോമ്പുതുറ എന്റെ അടുക്കലാവാ മോനെ, ഇന്ന് നോമ്പുതുറ എന്റെ അടുക്കലാവാ മോനെ. നോമ്പുകാരനായിട്ട് വഫാത്തായ ഉസ്മാൻ തങ്ങളെ നോമ്പ് തുറന്നത് ഹബീബായ തങ്ങളുടെ കൂടെയാ. അത്രയും വലിയ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വഫാത്തായതിനു ശേഷം അവിടുത്തെ ജനാസ ഖബറടക്കിയത് എവിടെയാ? മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീഇലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ തവണ പവിത്രമായ കാല് സ്പർശിച്ച ജന്നത്തുൽ ബഖീഅ. മുത്തുനബി എപ്പോഴും ദുആ ചെയ്യാറുള്ള ജന്നത്തുൽ ബഖീഅ. ആരംഭ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീഅ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, എന്റെ കരളിലെ കഷ്ടമാണെന്ന് മുത്തുനബി പറഞ്ഞ, സ്വർഗത്തിലെ രാജകുമാരിയാണെന്ന് മുത്തുനബി പറഞ്ഞ മഹ്ദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീഅ. അല്ലാഹുവേ അല്ലാഹുവേ, മുത്ത് റസൂലുള്ളാഹിന്റെ വളർത്തുമ്മയായ ഫാത്തിമത്തുൽ അസ്ദ് റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീഅ. എത്രയോ മഹാന്മാരായ സ്വഹാബത്ത്, എത്രയോ മഹാന്മാരായ സ്വഹാബത്ത് കിടന്നുറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീഅ. മദീനയുടെ കുബ്ബയുടെ സുഗന്ധക്കാറ്റടിച്ചു വീശുന്ന പവിത്രമായ മദീനയിലെ ജന്നത്തുൽ ബഖീഅ. ആ ജന്നത്തുൽ ബഖീഅയിലെ ഒരു രാജകുമാരനെ പോലെ കിടന്നിറങ്ങുകയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവേ, മഹാന്റെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? മഹാനവറുകൾ എപ്പോഴും മുത്തുനബിയുടെ വാല് കേൾക്കുന്ന സ്വഹാബിയാ. മുത്തുനബി സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ കരയൂല, മുത്തുനബി നരകത്തെ കുറിച്ച് പറയുമ്പോ കരയൂല, മുത്തുനബി പരലോകത്തെ അദാബിനെ കുറിച്ച് പറയുമ്പോ കരയൂല, പരലോകത്ത് അല്ലാഹു നൽകുന്ന അദാബിനെ കുറിച്ച് പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കരയൂല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ഖബറിനെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാല്
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് തങ്ങളെ നിങ്ങളെ ഖബർ മാത്രം പറയുമ്പോ കരയുന്നത് എന്തിനാ? സ്വർഗം പറയുമ്പോ കരയാത്ത തങ്ങളെ, നരകം പറയുമ്പോ കരയാത്ത തങ്ങളെ, മരണത്തെ കുറിച്ച് പറയുമ്പോ കണ്ണ് നിറയാത്ത തങ്ങളെ, അല്ലാഹുവിന്റെ പരലോകത്തെ അദാബിനെ കുറിച്ച് പറയുമ്പോ കരയാത്ത തങ്ങളെ, ഖബറെന്ന് കേട്ടാൽ, ഖബറെന്ന വാക്ക് കേട്ടാൽ എന്തിനാ നിങ്ങളെ കരയുന്നത് തങ്ങളെ? നിങ്ങൾ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരനല്ലയോ? നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലയോ? പിന്നെ എന്തിനാ നിങ്ങളെ കരയുന്നത്? പിന്നെ എന്തിനാ നിങ്ങളെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എങ്ങനെ കരയാതിരിക്കും സ്വഹാബ, എങ്ങനെ കരയാതിരിക്കും മക്കളെ? ഇന്നൽ ഖബറ അവ്വല മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്നുള്ള പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാ, അത് ഒന്നാമത്തെ വീടാ, അത് ഒന്നാമത്തെ ഭവനമാ, അത് ഒന്നാമത്തെ ഭവനമാ, അത് പരലോകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്വഹാബ. അൽ ഖബറോ ഇന്നൽ ഖബറ അവ്വല മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തേക്ക് പോകുമ്പോ മരണത്തോടെ പിന്നെ നമുക്ക് ആദ്യമായി കിടക്കാറുള്ളത് അത് ഖബറാണ് സ്വഹാബ, അത് ഖബറാണ് സ്വഹാബ. ഫമൻ നജാ മിൻഹുമാ ബഅദഹു ഐസറൻ മിൻഹു. ഒന്നാമത്തെ വീടാകുന്ന ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഫമൻ നജാ, അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വമാ ബഅദഹു ഐസറൻ മിൻഹു, പിന്നെ ഖബറിന്റെ അകത്തെ പേടിയില്ല. ഖബറിന്റെ ഒന്നാമത്തെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരലോകം പേടിയില്ല സ്വഹാബ, പിന്നെ സിറാത്ത് പാലം പേടിയില്ല സ്വഹാബ, പിന്നെ പരലോകത്തെ നരകത്തിന്റെ തീനാളങ്ങളെ പേടിക്കേണ്ട സ്വഹാബ. നേരെ മറിച്ച് ആരെങ്കിലും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പേടിയാണ് സ്വഹാബ, പിന്നെ ഭയമാണ് സ്വഹാബ, പിന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ലോകമാണ് സ്വഹാബ. അതുകൊണ്ടാണ് ഖബറെന്ന് കേൾക്കുമ്പോ കരഞ്ഞു പോകുന്നത്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ അസ്മാനാ. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫന, അത് മാത്രമല്ല അതിലെപ്പോഴോ വാഗ്ദാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാല് രൂപത്തിയാണതിനുള്ളത്. മുത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി 24 പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ. താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. സുറന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ.
അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ആ ഖബറിലേക്ക് നിന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാ അതിന്റെ കതകങ്ങ് അടച്ചു കഴിഞ്ഞാ ആ കതകിന്റെ ചാവി പിന്നെ ആരെ കയ്യിലാണ്? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലാ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാലത്തിൽ ഊതുന്നത് വരെ, ഈ ലോകത്തിനൊരു അവസാനമുണ്ടാകുന്നത് വരെ നീ അവിടെ കിടക്കണം ചെറുപ്പക്കാരാ, നീ അവിടെ കിടക്കണം ബാപ്പമാരെ, നമ്മളവിടെ കിടക്കണം ഉമ്മമാരെ. ഇത് നമുക്കൊക്കെ വരാനുള്ള അവസ്ഥയാണ്, നമ്മളൊക്കെ അനുഭവിക്കാനുള്ള അവസ്ഥയാണ്. പറയാതിരിക്കാൻ പറ്റൂലല്ലോ, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉപ്പ ഉസ്താദാണ്, ഉസ്താദ് മിനിയാണ് ഫാത്തിമ ബീവിയെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗം പറഞ്ഞില്ലേ? അന്ന് ബാപ്പക്ക് നെഞ്ചുവേദന വന്ന് 3 ദിവസം ബാപ്പ ഹോസ്പിറ്റലിലായിരുന്നു ഉസ്താദേ. അതിനെക്കുറിച്ച് ചിന്തിച്ച് പേടിച്ച് ആലോചിച്ച് 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഉസ്താദേ. ആ ബാപ്പ ഖബറിനെ കുറിച്ച് ചിന്തിച്ചപ്പോ മനസ്സിലേക്ക് പേടി വന്നതാണ്. ആ ഒരു പേടി കാരണം നമ്മളെ രക്ഷപ്പെടുമല്ലോ. അല്ലാഹു ആ ബാപ്പക്ക് ശിഫ കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് സമയം പോക്കാൻ പറയുന്നതല്ല. ഇതൊക്കെ നമുക്ക് വരാനുള്ള അനുഭവങ്ങളാ, ഇത് നമുക്ക് വരാനുള്ള രംഗങ്ങളാ. ഇതെല്ലാം കേട്ടിട്ട് നമുക്കൊന്ന് ഈമാൻ വന്നാലോ, ഇതെല്ലാം കേട്ടിട്ട് ആരെങ്കിലും ഒരു റജുലുൻ സാലിഹായാലോ, ആരെങ്കിലും ഒരാളെ പിണക്കം മാറ്റിയാലോ, ആരെങ്കിലും ഒരാളെ മദ്യപാനത്തിൽ നിന്ന് പിന്മാറിയാലോ, ഇതെല്ലാം നാളെ നമ്മളെ ഖബറിൽ കിടക്കുമ്പോ ഈ പഠിച്ചതും എഴുതി വച്ചതും പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മുടെ ഖബറിലേക്കുള്ള വരുമാനമാണെന്ന് നമ്മളാരും മറന്നു പോവല്ലേ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഖബറാണ് ഒന്നാമത്തെ വീട്, ഖബറാണ് ഒന്നാമത്തെ വീട്. അപ്പോ ആ ഒന്നാമത്തെ വീട്ടിൽ രക്ഷപ്പെടണം, എന്നാ ബാക്കിയൊക്കെ രക്ഷപ്പെടും. നേരെ മറിച്ച് അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരാജയമാണ്. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്, ഖബറിലാണ് രക്ഷപ്പെടേണ്ടത്. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ റഹ്മാൻ എന്ന മലക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ നമുക്കുള്ള രംഗാണ്, ഇതൊക്കെ നമ്മളെ ഖബറിലേക്ക് വരാനുള്ള രംഗാണ്. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ നമ്മുടെ ഖബറിലേക്ക് എത്തുമ്പോ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ആ ഖബറിലേക്ക് മലക്ക് വന്നിട്ട് നമ്മളോട് എഴുതാൻ പറയും. അപ്പൊ നമ്മൾ മുഴുവൻ എഴുതി വെക്കേണ്ടി വരും, എല്ലാം എഴുതി വെക്കേണ്ടി വരും. നിങ്ങൾ എഴുതി വെക്കി ഈ ചരിത്രം. അപ്പൊ ഖബറിൽ ഇറങ്ങി വരുന്ന മറ്റൊരു മലക്കാണ് ഇസ്മുഹു റൂമാൻ എന്ന മലക്ക്. അല്ലാഹുവേ, ആ മലക്ക് വന്നിട്ട് നമ്മളോട് എഴുതാൻ പറയും. നമ്മൾ എല്ലാം എഴുതി വെക്കേണ്ടി വരും, എല്ലാം എഴുതി കൊടുക്കേണ്ടി വരും. എന്നിട്ടോ എഴുതിയിട്ട് ആ മലക്കങ്ങ് പോകും. നമ്മൾ എഴുതുന്നത് കാത്തു നിൽക്കും, എല്ലാം എഴുതി വെക്കും. എഴുതിയിട്ട് നന്മകളുണ്ടാവും, തിന്മകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം ഒരു ഭാഗത്ത്, നന്മകൾ മുഴുവൻ ഒരു ഭാഗത്ത്, തിന്മകൾ മുഴുവൻ ഒരു ഭാഗത്ത്. നന്മ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തണോ, എന്തെല്ലാം സത്യം പറഞ്ഞണോ, എന്തെല്ലാം നന്മ ചെയ്തണോ, എന്തെല്ലാം നന്മ പറഞ്ഞണോ, എത്ര സ്വലാത്ത് ചൊല്ലിയണോ, എത്ര ദിക്ർ ചൊല്ലിയണോ, എത്ര കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ, എല്ലാ നന്മകളും നമ്മള് വലത് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. അതോടുകൂടെ തന്നെ തിന്മകളും എഴുതി വെക്കും. എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ എഴുതിയതുണ്ട്, പ്രചരിപ്പിച്ചതുണ്ട്, ഒരാളെ വഷളാക്കിയതുണ്ട്, ഒരാളെ മോശപ്പെടുത്തിയതുണ്ട്, ഒരാളെ കുറ്റം കുറവും പറഞ്ഞു നടന്നതുണ്ട്. എന്തെല്ലാം ചീത്ത പ്രവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടോ എല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്തത്, നമ്മളെ കുറവുകൾ വേറെല്ലോല അറിയിച്ചത് എല്ലാം ഉണ്ടാവും, ഒന്നും മാറ്റിയേക്കൂല, എല്ലാം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടോ ആ മലക്കട് പോവും, ആ മലക്ക് പോവും. ഖബറിൽ കുറച്ച് സമാധാനം ഉണ്ടാവും, ആ മലക്ക് പോവും. ആ മലക്ക് പോയാൽ പിന്നെ വരുന്ന മലക്കുകളാണ് മഹാന്മാരായ മുൻകറും വനക്കീറും അലൈഹിമുസ്സലാത്തു വസ്സലാം.
മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെയാണ് വരുന്നത്. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം റുമാൻ എന്ന മലക്ക് വന്ന് പോയതിന് ശേഷമാണ് മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അല്ലാഹുവേ, മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന രംഗം എങ്ങനെയാണ്? അത് അതിലും വലിയ സങ്കടമാണ് കേൾക്കുമ്പോൾ. അല്ലാഹുവേ, മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ഖബറിൽ ഇറങ്ങി വരുന്ന രംഗമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാനിലാവിന്റെ 8ാമത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഇതൊക്കെ നമുക്ക് വരാനുള്ള രംഗമാണെന്ന് നമ്മൾ മറന്നു പോവരുത്. ഇതെല്ലാം നമുക്ക് വരാനുള്ള രംഗമാണെന്ന് നമുക്ക് പറഞ്ഞു മറന്നു പോവരുത്. പിന്നെയാണ് വലതുഭാഗത്തെ 2 ചുമരുകളുണ്ടല്ലോ, വലതുഭാഗത്തെ ചുമര് കുത്തി തുറന്ന് മഹാനായ മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം 2 ചുമരിലൂടെയും നമ്മുടെ ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് മയ്യത്തിനെ പിടിച്ചിരുത്തുന്നതാണ്. ആ മയ്യത്തിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ ഇറങ്ങി വരുന്ന രംഗം റമളാനിലാവിന്റെ 8ാമത്തെ മജ്ലിസിലൂടെ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് പഠിച്ച വിവരങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. റബ്ബേ, റമളാനിലാവ് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ലൈവായി കാണുന്ന മുഅ്മിനീങ്ങളെ, ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന മുഅ്മിനീങ്ങള്, റബ്ബേ നീ അവർക്കെല്ലാം ഖൈറ് കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്തും നിഅമത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ ഞങ്ങളോട് മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, എല്ലാവിധ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റമളാനിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, റമളാനിലാവ് കേൾക്കുന്ന ബാപ്പമാരെ, റമളാനിലാവ് കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, റബ്ബേ നീ അവർക്ക് ഖൈറും ബറക്കത്തും നൽക് റബ്ബേ. അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കുക അല്ലാഹ്. അവരുടെ എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായി ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ. കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ ഒരാളെ മരിപ്പിക്കല്ലേ റബ്ബേ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ലേ റബ്ബേ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. കണ്ണ് കാണാത്തവർക്ക് കാഴ്ച നൽകണേ റഹ്മാനേ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ റഹ്മാനേ. എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ. എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ക്യാൻസർ സുഖപ്പെടുത്തുക അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഉസ്താദേ, വെള്ളിയാഴ്ച രാവേ
ഞങ്ങളെ കായംകുളത്തുള്ള എന്റെ ആങ്ങളെ മരണപ്പെട്ടുപോയി. അല്ലാഹു അല ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ സ്വർഗ്ഗമാക്ക് അല്ലാ, വിശാലമാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിൽ കിടന്ന് രോഗം മജ്ലിസ് കാണുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫയാക്കണേ റഹ്മാനേ. വെന്റിലേറ്ററിൽ ഐസിയിലും കഴിയുന്നവർക്ക് ശിഫ കൊടുക്കണമല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം കൊടുക്ക റബ്ബേ, തളർച്ച മാറ്റി റബ്ബേ. എല്ലാ രോഗങ്ങളും എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, അല്ലാഹുവേ സിഹ്ർ ബാത്തിലാക്കണേ റഹ്മാനേ, കണ്ണേറ് ബാത്തിലാക്കണേ റഹ്മാനേ, നാപ്പോര് ബാത്തിലാക്കണേ റഹ്മാനേ. സർവ ശർറുകളിൽ നീ ബാത്തിലാക്കുക അല്ലാ, സർവ ശർറുകളിൽ നീ ബാത്തിലാക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ശർറുകളെല്ലാം നീ ബാത്തിലാക്കണേ അല്ലാ, ശർറുകളെല്ലാം നീ ബാത്തിലാക്കണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ലേ, ഒരു ശർറിലും ഞങ്ങളെ കൊടുക്കല്ലേ, ഒരു ശർറിലും ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കല്യാണം ശരിയാവാത്തവർക്ക് നീ കല്യാണം ശരിയാക്കി കൊടുക്ക അല്ലാ, കല്യാണം ശരിയാവാത്തവർക്ക് നീ കല്യാണം ശരിയാക്കി കൊടുക്ക റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്ക അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഗർഭകാലത്തുള്ള വിഷമങ്ങളെ, ഗർഭകാലത്തുള്ള ക്ഷീണങ്ങളെ, ഗർഭകാലത്തുള്ള പ്രയാസങ്ങളെ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ, ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ, കടക്കാരായി ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകണേ, ഞങ്ങളെ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് നൽകണേ, ഞങ്ങളെ ബാപ്പമാർക്ക് നീ ആഫിയത്ത് നൽകണേ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണേ, അവരുടെ വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ, അവരുടെ സങ്കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാ അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും റാഹത്തുള്ള ബർക്കത്തുള്ള വെള്ളം ഞങ്ങൾക്ക് നൽകണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ, യതീമായ പ്രിയപ്പെട്ട മക്കളെ, ആ മക്കൾക്ക് വീടൊരുക്കാൻ വേണ്ടി സഹായങ്ങൾ തന്നവരുണ്ട്, സ്വർണങ്ങളും സംഭാവനകളും തന്നവരുണ്ട് റബ്ബേ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ റബ്ബേ. നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. നീ അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. നീ അവർക്ക് സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ നോമ്പിനെ സ്വീകരിക്കുക അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങളെ സ്വീകരിക്കുക അല്ലാ. ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സ് തരണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമല്ലാ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണമല്ലാ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നല്ല വിജയം നൽകണേ റഹ്മാനേ. നല്ല വിജയം നൽകണേ അല്ലാ. നല്ല വിജയം നൽകണേ അല്ലാ. മക്കളെ പരീക്ഷകളിലെല്ലാം നല്ല ഫതഹും നല്ല വിജയവും നീ നൽകണേ റഹ്മാനേ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകളിൽ നീ സ്വർഗ്ഗപൂന്തോപ്പാക്ക് റബ്ബേ. നീ വിശാലമാക്ക് റബ്ബേ. സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവരെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റമളാനിലാവ് ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്നവരെ അല്ലാ, തറാവി നിസ്കാരം കഴിഞ്ഞാൽ അറിവിന്നിലാവ് ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്നവരെ റബ്ബേ നീ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ.